അപ്പൊ ബിഗ് ബോസിന്റെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിന്റെ ആഘോഷ നിറവിലായിരുന്നു. എപ്പിസോഡിന്റെ പകുതിയും ഈ ആഘോഷത്തിന്റെ ചടങ്ങുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതില് കണ്ടസ്റ്റൻസിന്റെ ഓരോരോ മെമ്മറീസ്, ലാലേട്ടന്റെ സിനിമകൾ കണ്ട ആ ഒരു മെമ്മറീസ്, ലാലേട്ടനുമായിട്ടുള്ള ഡിസ്കഷൻസ്, അതുപോലെ തന്നെ അതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള കേക്ക് കട്ടിങ്, അതുമാത്രമല്ല ലാലേട്ടനെ വളരെ ബഹുമാനത്തോടെ സ്വീകരിച്ചാണ് നമ്മുടെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ ബിഗ് ബോസും അതിലുണ്ടായിരുന്നു. അപ്പം അത് മാത്രമല്ല, കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട് കണ്ടസ്റ്റൻസുമായിട്ട്. എസ്പെഷ്യലി നമ്മുടെ വീക്ക്ലി ടാസ്ക് കുളമാക്കിയതിനെ പറ്റിയൊക്കെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രമോയിൽ കണ്ട ആ 2 പ്രമോയിലും കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ പ്രമോയിൽ എങ്ങനെയാണ്, ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നത്, പ്രമോയിൽ എങ്ങനെയാണോ അതേ കണക്കാണ് ഇന്നത്തെ എപ്പിസോഡിലും കണ്ടത്. കട്ടിങ് ഷേവിംഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എന്തായിരുന്നു, ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ എങ്ങനെയായിരുന്നു നമുക്ക് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്ത് തരിക. ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ, സബ്സ്ക്രൈബേഴ്സും ലൈക്സും ഒക്കെ കുറവാണ്. ദയവേത് സഹകരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തുറന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. കാരണം എന്റെ റിവ്യൂ കണക്കായിരിക്കില്ല, റിവ്യൂവിൽ ഞാൻ പറയുന്ന അഭിപ്രായങ്ങളായിരിക്കില്ല നിങ്ങൾക്കുള്ളത്. അപ്പം അത് എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടല്ലോ, അപ്പൊ അതൊന്ന് കമന്റ് ചെയ്തിടുക. അപ്പൊ നമുക്ക് നേരെ റിവ്യൂവിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മുടെ ഹോസ്റ്റ് ആയിട്ട് വരുന്ന, ഞാൻ ഹോസ്റ്റിന്റെ പേര് എനിക്ക് അറിയില്ല, ക്ഷമിക്കണം. വന്നിട്ട് അതായത് ഈ ഹോസ്റ്റ് തന്നെയാണ് ഈ പുറത്താകുന്ന കണ്ടസ്റ്റൻസിനെ അവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നവരൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പം ഹോസ്റ്റ് എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഒരു ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന്റെ നിറവിലാണ് നമ്മുടെ ലാലേട്ടൻ. അപ്പൊ ലാലേട്ടന് ഒരു സ്നേഹാദരവ് നമ്മൾ നൽകുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ലാലേട്ടനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. സ്റ്റേജിലേക്ക് ക്ഷണിക്കുമ്പം ലാലേട്ടൻ കാറിൽ വന്ന് നമ്മുടെ ഷൂട്ടിംഗ് സെറ്റിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ബിഗ് ബോസ് ഉൾപ്പെടെയുള്ള അവിടുത്തെ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് എന്ത് ചെയ്യാണ്, ലാലേട്ടനെ ബൊക്കെയൊക്കെ നൽകി ആദരിച്ച് നമ്മുടെ സ്റ്റേജിലേക്ക് കയറ്റുന്നതാണ് നമ്മൾ കണ്ടത്. പൂവൊക്കെ എറിഞ്ഞ് വളരെ ആഘോഷത്തോടെ ആദരവോടെയാണ് ലാലേട്ടനെ സ്റ്റേജിലേക്ക് ആനയിച്ച് കയറ്റുന്നത്. അങ്ങനെ ലാലേട്ടൻ എന്ത് ചെയ്യാണ്, നമ്മുടെ എപ്പോഴുള്ള എൻട്രി പോലെ ആ മെയിൻ LED വോള് തുറന്നുള്ള ആ ഒരു എൻട്രിയാണ് ലാലേട്ടന്റെ നമ്മൾ കാണുന്നത്. ലാലേട്ടൻ വരികയാണ്. വന്നതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് അവരെയും കാണിക്കുന്നുണ്ട്. അവരെ കാണിക്കുമ്പോൾ തന്നെ അവരെ നമ്മുടെ വീട്ടുകാരെ ആർത്ത് വിളിക്കുന്നുണ്ട്. അവർക്ക് ഇന്നലത്തെ, അതായത് ഫ്രൈഡേ തന്നെ ഇവർക്ക് ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലേട്ടന് ഇതുപോലെ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു. അപ്പം അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ലാലേട്ടനുമായിട്ടുള്ള മെമ്മറീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്, നമുക്ക് പറയാം. സോ അതിനുശേഷം അതിന്റെ ആഘോഷ പരിപാടികളാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഏഷ്യാനെറ്റിന്റെ മറ്റ് മെയിൻ കീ ഹെഡിലുള്ള മെയിൻ മെമ്പേഴ്സ് മറ്റേ കിഷൻ കുമാർ സാറൊക്കെ വരികയാണ്. അവരൊക്കെ വന്നു. അവരുടെ മെമ്മറീസ്, ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുന്നു. അവര് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു ലാലേട്ടനെ. സോ എന്റെ ഭാഗത്തുനിന്നും കൺഗ്രാജുലേഷൻസ് ലാലേട്ടൻ, നിങ്ങളൊരു ലെജൻഡറി ആക്ടറാണ്. നമ്മുടെ മലയാള സിനിമയ്ക്ക് ഏറ്റവും വിലപ്പെട്ട, അല്ലെങ്കിൽ മലയാള സിനിമയിലെ നെറുകയിൽ എത്തിക്കുന്ന ഒരു ആക്ടർ തന്നെയാണ്. മറ്റുള്ള സിനിമാ മേഖലകളിൽ ഏറ്റവും മുൻപന്തിൽ അതിനെ നയിക്കുന്ന, മലയാള സിനിമയെ നയിക്കുന്ന മെയിൻ ആക്ടർ താങ്കൾ തന്നെയാണ്, മെയിൻ കണ്ണി താങ്കൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ താങ്കൾക്ക് ഒരു കൺഗ്രാജുലേഷൻസ് നേരുകയാണ്. അപ്പം അതിനുശേഷം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും നടക്കണം. ആദ്യം ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. കേക്ക് കട്ടിങ്ങിന് ശേഷം നമ്മുടെ വീട്ടുകാരൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ അഭിപ്രായങ്ങളും അതോടുകൂടി അവിടുത്തെ ആഘോഷങ്ങൾ കഴിയുകയാണ്. ഇതിനുശേഷം വീട്ടുകാരുടെ അഭിപ്രായം, അതിനുശേഷം ഒരു ഡയലോഗ് ഇതിനുശേഷം ലാലേട്ടൻ ഒരു ഡയലോഗ് അടിക്കുന്നത്, ഞാൻ ഇനിയിപ്പോ എന്റെ പിള്ളേരെ കാണട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ അതൊക്കെ എന്താന്ന് പറയാം, അവർ ആ കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ് ആണ്. കാരണം ഇനി ഞാൻ എന്റെ പിള്ളേരെ കാണട്ടെ എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് അവരെ പോയി കാണുന്നുണ്ട്. അപ്പം അവരുടെ ലാലേട്ടന് ഫസ്റ്റ് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ബിഗ് ബോസ് ഒരു കൺഗ്രാജുലേഷൻസ് പറയുന്നു. എന്നിട്ട് ഇവർക്ക് ലാലേട്ടനെ പറ്റി ചെറുത് പറയാനുണ്ടെന്ന് പറഞ്ഞ് എല്ലാ കണ്ടസ്റ്റൻസും ഓരോ അഭിപ്രായങ്ങൾ പറയാണ്. അനീഷ് പറയുന്നുണ്ട്, അനീഷ് ഒരു തിരക്കഥ എഴുതുന്നത് സാറെ കേൾക്കണം, തിരക്കഥ എഴുതുന്നുണ്ട്, അത് സാറെ കേൾക്കണം എന്നൊക്കെ
അനീഷ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ അവരുടെ മെമ്മറീസ് പറയുന്നുണ്ട്. സാബുമ്മ മീശ പിടിക്കാൻ എനിക്ക് പറ്റുന്നില്ല, മീശയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നെവിന് ലാലിനെ കളിയാക്കി വിടുന്നുണ്ട്. കാരണം ഇവിടെ ഓരോരുത്തരും വന്നിട്ട് മെലിഞ്ഞു പോകാനാണ് പതിവ്, ഇവിടെ നെവിൻ മാത്രമാണ് വണ്ണം വയ്ക്കുന്നതെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വണ്ണം വയ്ക്കുന്നുണ്ട്, നെവിൻ ഇവിടെ നന്നായിട്ട് വണ്ണം വയ്ക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ബിഗ് ബോസിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാൾ നല്ലതുപോലെ വണ്ണം വെക്കുന്നത്. ആൻഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അനുമോള് പറയുന്നുണ്ട്, അനുമോൾ ലാലേട്ടനെ കല്യാണം കഴിക്കുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. ഇതിനുശേഷം അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ അനീഷിനെ ഇപ്പൊ ലാലേട്ടൻ ഇതിന്റെ കാര്യങ്ങൾ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ കേരളമാണ്, ഇതിൽ ജനിച്ചാൽ അഭിമാനമാണെന്നൊക്കെ നിങ്ങൾ പറയുന്നു. അപ്പൊ ഇവിടെ ഒരുപാട് 44 പുഴകളുണ്ട്, ഗ്രാമങ്ങളുണ്ട്. അപ്പം അനീഷിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാണ്, അനീഷിന്റെ ഗ്രാമം എവിടെയാണെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നത് എന്റെ ഇത് തൃശ്ശൂർ ജില്ലയിലെ കോടഞ്ഞൂരാണ് ലാലേട്ടൻ. അപ്പൊ അവിടെ കുളങ്ങളുണ്ട്, അവിടെ ഇഷ്ടംപോലെ കുളങ്ങളുണ്ട് ലാലേട്ടൻ. അതുകൊണ്ടായിരിക്കും വീക്ക്ലി ടാസ്ക് കുളമാക്കിയത്. ഡയറക്ട്ലി സ്മൂത്ത് ആയിട്ട് ലാലേട്ടൻ നേരെ വീക്ക്ലി ടാസ്കിലോട്ട് പോവാണ്. വീക്ക്ലി ടാസ്കിന്റെ അനാലിസിസ് ലാലേട്ടൻ നടത്തുകയാണ്. അത് ലാലേട്ടൻ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ലാലേട്ടൻ തന്നെ മനസ്സിലാക്കി എന്താണെന്ന് ഇവര് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഇത് തനിക്ക് കിട്ടാത്തത് മറ്റാർക്ക് കിട്ടണ്ട എന്നുള്ളത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ല. തനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ മറ്റൊരാൾക്ക് കിട്ടിയില്ലേ എന്നുള്ളതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് കറക്റ്റ്ലി ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. ഇതിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് തോന്നിയൊരു ഡൗട്ടാണ്. ഈ അനീഷും കുപ്പി വലിച്ചെറിഞ്ഞു, അത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി അല്ലേ, അപ്പൊ അത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചതെന്നോട് ലാലേട്ടൻ നിസാരമാക്കി വിട്ടു. കാരണം ലാലേട്ടൻ ചോദിക്കുകയാണ് ഈ കുപ്പി എറിഞ്ഞ് പൊട്ടിക്കാനുള്ള ചേതോ വികാരം എന്താണെന്ന്. ഇവിടെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ വേറെ വല്ലവരും ആയിരുന്നെങ്കിലോ? അല്ല, എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ അത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയാണ്. ആ ടാസ്ക് മെയിൻലി ആവാൻ കാരണം എന്താണ്, ഈ അനീഷ് തന്നെയാണ്. കാരണം അനീഷ് വിട്ട് കൊടുത്തിരുന്നെങ്കിൽ അവിടെ ആരെയും 2 പോയിന്റ് കിട്ടുമായിരുന്നു, അനീഷിന് 1 പോയിന്റ് കിട്ടാനുള്ള വകുപ്പുണ്ടായിരുന്നു. ഇതെല്ലാം അനീഷ് തന്നെയാണ് കുളമാക്കിയത്. അനീഷിന് കൂടുതൽ വേണം എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെയാണ് അനീഷ് അത് കുളമാക്കിയത്. ലാലേട്ടൻ പറയുന്നുണ്ട് വീക്കിലി കുളമാക്കി എന്നുള്ളത് തന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പിന്നെ ആര്യന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നു, ജിഷിന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. എല്ലാവരുടെ വീക്ക്ലി ടാസ്കിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലിയർ ആയി, വീക്ക്ലി ടാസ്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലിയർ ആക്കി. ഇമ്മ്യൂണിറ്റി കിട്ടുമായിരുന്നില്ല. ഇപ്പൊ ഇവിടെ ആർക്കാ ഇമ്മ്യൂണിറ്റി കിട്ടിയത്? പക്ഷെ ഇവിടെ നെവിൻ ഒരു റെലവന്റ് ആയിട്ടുള്ള പോയിന്റ് പറയുന്നുണ്ട്. ഇവിടെ ഗ്രൂപ്പിസം കളിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ ജിഷിൻ ഇവിടെ മനഃപൂർവ്വം പുറത്താക്കി. ജിഷിൻ ഉണ്ടായിരുന്നെങ്കിൽ അനുമോള് ആരുടെ കുപ്പിയെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് ഇവർക്ക് അറിയാമായിരുന്നു. ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നത്, അനുമോൾ എന്താ ഇത്രയും സ്ട്രിക്റ്റ് ആയത്? ഞാൻ ഒരു കാര്യം അതിന് എന്താണ്, ഈ അനീഷ് ചെയ്ത തെറ്റുകളൊക്കെ അനീഷ് ഭയങ്കര ന്യായീകരിക്കുന്നത് ഒരു ബോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതായത് മുടി വീണതൊക്കെ ഒരു മുടിയിലെ മാറ്റി വെച്ചിട്ട്, മുടി വീണത് വെള്ളത്തിലല്ലേ, അപ്പൊ അത് ഹൈജീനിക് തന്നെയാണ്. അപ്പം അതൊക്കെ എന്താ ഒരു ബോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു, പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. ഇതിനുശേഷം ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ലാലേട്ടൻ വരുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ലാലേട്ടൻ വരുന്നുണ്ട്. ആ ഡിസ്കസ് ചെയ്ത ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ലാലേട്ടൻ കേൾക്കുന്ന. ഒനീൽ ഗ്രൂപ്പ് കളിച്ചു എന്ന് അക്ബർ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കറക്റ്റ്ലി ലാലേട്ടൻ ചോദിച്ച് അറിയുന്നുണ്ട്. വീക്ക്ലി ടാസ്കിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. നേരെ ഇമ്മ്യൂണിറ്റിയിലോട്ട് പോയി. അങ്ങനെ ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയ കാര്യമൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു ഇമ്മ്യൂണിറ്റി കിട്ടുമായിരുന്നില്ല, കാരണം ഇനി ഒരുപാട് പേർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടേണ്ടതായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല എന്ന് ലാലേട്ടൻ അവിടെ പറയുന്നുണ്ട്. ഇതിന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ഒരു ഇമ്മ്യൂണിറ്റി ഒരു ഇമ്മ്യൂണിറ്റി കോയിൻ കാണിക്കുകയാണ്. എൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറയാണ് ലാലേട്ടൻ. പക്ഷെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് എടുക്കണം എന്ന് പറയാണ്. എന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞ് ലാലേട്ടൻ പോകുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഇന്ന ആൾക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കണം, ഇന്ന ആൾക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സാബുമാനൊക്കെ എന്തിനാണ് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അല്ല, സാബുമാൻ എന്ത് കളിച്ചിട്ടാണ് സാബുമാൻ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് മാത്രമല്ല, എവിക്ഷന്റെ ഒരു ഇപ്പൊ അറിഞ്ഞ അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ ജിഷിനും അഭിലാഷുമാണ് എവിക്റ്റ് ആയി എന്നാണ് അറിയുന്നത്. ഈ അഭിലാഷിന്റെ എവിക്ഷൻ പ്രഡിക്റ്റബിൾ ആയിരുന്നു, പക്ഷെ ഈ ജിഷിന്റെ ഒക്കെ എവിക്ഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ജിഷിൻ ഫസ്റ്റ് ടൈമാണ് നോമിനേഷനിൽ വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ സാബുമാനോടെ ഗെയിം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കൽ ആ വെള്ളത്തിന്റെ പേര് വാ തുറന്നല്ല സാബുമാനോടെ ഗെയിം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ളവർക്ക് എന്തിനാണ് ഈ ഗെയിം വാ തുറക്കുന്നവരവിടെ നിർത്തിയിട്ട് ഈ വാ തുറക്കാത്തവരെന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫുൾ ക്യൂട്ട്നെസ് ഇടുന്നവരൊക്കെ അവിടെ ഇപ്പോഴും പിടിച്ചു നിർത്തുകയാണ്.
നമ്മൾ തന്നെയെല്ലാം പിടിച്ചു തീർത്തുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്താണ് എല്ലാരും ജിഷിന് കോയിൻ കിട്ടണം എന്ന് പറയുന്നുണ്ട്, ആദില വന്നിട്ട് അനുമോക്ക് കോയിൻ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനുമോക്ക് കോയിൻ കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം ഇവരെല്ലാരും മെജോറിറ്റി സപ്പോർട്ട് ചെയ്യുന്നത് ആദിലേനെയാണ്. അപ്പൊ ആദിലേക്ക് കോയിൻ കിട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ലാലേട്ടൻ വന്ന് ചോദിക്കുകയാണ്, ഇതേ ആദിലേനെയല്ലേ നിങ്ങൾ ജയിലിലേക്ക് പറഞ്ഞു വിട്ടത്? ഇതേ ജിഷിന്റെ നിങ്ങൾ നോമിനേറ്റ് ചെയ്ത് ഇതേ ജിഷിനെയല്ലേ ജിഷിനല്ലേ ജയിലിൽ പോയത്? നിങ്ങൾ ആ ടാസ്കിൽ നിന്ന് ജിഷിനെ പുറത്താക്കിയത്. എന്നിട്ട് അവരെ പിന്നെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്താ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷിനെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇത് പക്ക ഗ്രൂപ്പിസം ആണെന്ന് അനീഷ് പറയാണ്. ഇതിനിടയ്ക്ക് ജിഷിനെ വോട്ട് ചെയ്തവരൊക്കെ ലാലേട്ടൻ വിളിച്ചു ആരൊക്കെയാണ് ജിഷിനെ അഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറഞ്ഞ പക്ക ഗ്രൂപ്പീസ് ആണെന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ എന്ത് ചെയ്തു, ആ ഇമ്മ്യൂണിറ്റി കാർഡ് നേരെ സ്പൈക്കൂട്ടന് കൊടുക്കുകയാണ്. കാരണം സ്പൈക്കൂട്ടന് ജലദോഷം പനി, അപ്പൊ കുറച്ച് ഇമ്മ്യൂണിറ്റി കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് സ്പൈക്കൂട്ടന് ആ ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കുകയാണ് ലാലേട്ടൻ. ആൻഡ് എനിവേ ആ ഇമ്മ്യൂണിറ്റി കാർഡ് ഫ്ലോപ്പായി. ആൻഡ് അതിനുശേഷം പക്ഷെ ഇവർക്ക് കറക്റ്റ്ലി മനസ്സിലാക്കി കൊടുത്തു, ഒരു ടാസ്ക് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കുളമാക്കുന്നത്. ഇവിടെ സത്യം ഇവര് മര്യാദയ്ക്ക് ഒരു ടാസ്ക് ഇതുവരെ ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് മറ്റേ ഇമ്മ്യൂണിറ്റി ടാസ്ക്. അത് ബിഗ് ബോസ് നേരിട്ട് വന്ന് ബിഗ് ബോസ് നേരിട്ട് നേതൃത്വം നൽകിയോണ്ട് ടാസ്ക് നന്നായി തീർന്നു. വേറെ ഒരു ടാസ്ക് ഇവർ കറക്റ്റ്ലി ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അടിയും ബഹളം തമ്മിൽ തല്ലും കുതികാല് വെട്ടലും ഒക്കെ ആയിരുന്നു. അതിനുശേഷം ഈ ഒരു ടോക്ക് നടന്നതിന് ശേഷം നമ്മുടെ ബിന്നിനെയും അഭിലാഷിനെയും ഒനിയിലിനെയും ലാലേട്ടൻ പൊക്കുന്നുണ്ട്. അത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ടോക്ക് നടക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ എന്താണ് കൂടുതൽ അവിടെ ഡിസ്കഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ആണ്. അപ്പൊ അവർ പറഞ്ഞാൽ അവരൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ബിന്നി ഇതിൽ ഇൻവോൾവ് അല്ല, അഭിലാഷും ഒനിയിലും ആയിരുന്ന സംഭവം ജിസേലിന്റെ കേസ് തന്നെയാണ്. നമുക്ക് അവരെ പൊക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് കേസ്. ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കള്ളം പറയായിരിക്കും എന്ന് പറഞ്ഞ് ലാലേട്ടൻ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സംഭവം ആര്യന്റെയും ജിസേലിന്റെ കേസാണ്. പക്ഷെ അത് എത്ര എടുത്ത് പൊക്കി കാണിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുമ്മാ പറഞ്ഞു തീർക്കാവുന്ന ഒരു കേസായിരുന്നു. അതായത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ശരി അത് പോട്ടെ, അന്നും പറഞ്ഞു നിർത്തി പോകാനുള്ള ഒരു കേസായിരുന്നു അത് ശരിക്കും. പക്ഷെ അത് ലവ് കോംബോ എന്ന് ഇവർ പറഞ്ഞുകൊണ്ടായിരിക്കും ലാലേട്ടൻ അത് അത്ര എടുത്ത് ലാലേട്ടൻ ചോദിച്ചത്. ലവ് കോംബോ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് വളച്ചൊടിച്ച് അനുമോളെ കേസാക്കി മാറ്റി. അതായത് അനുമോള് പറഞ്ഞ കേസാക്കി ഇവര് മാറ്റി. പ്രത്യേകിച്ച് ലക്ഷ്മി, ജിഷൻ, നെവിൻ ഇവര് മൂന്നുപേരും കൂടെ അത് അനുമോൾ അന്ന് പറഞ്ഞ ആ കേസാക്കി ഇവര് മാറ്റി കളഞ്ഞു. അതായത് ലാലേട്ട ഇവര് സംഭവം എന്താന്ന് വെച്ചാൽ മെയിൻലി അഭിലാഷ് ഒനിയിലും പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം ആര്യൻ ഒരു സ്ലേവിനെ പോലെയാണ് ജിസേലിന്റെ അടുത്ത് പെരുമാറുന്നത്. അതായത് ജിസേലിന്റെ സ്ലേവിനെ പോലെയാണ് ആര്യൻ അവിടെ പെരുമാറുന്നത്. അത് ഉള്ള കാര്യം. എന്റെ പേഴ്സണൽ അഭിപ്രായം എങ്ങനെയാണ്, ആര്യൻ അങ്ങനെയാണ് പെരുമാറുന്നത്. ജിസേലിന്റെ തുണി നനച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശം കാര്യം തന്നെ എന്നാണ് അവര് പറയുന്നത്. പറഞ്ഞത് ഉള്ള കാര്യം തന്നെയല്ലേ. അപ്പൊ അതെടുത്തവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അഭിലാഷും ഒനിയിലും പറയുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരെയും അഭിപ്രായം ചോദിക്കുകയാണ് ലാലേട്ടൻ. അതായത് ജിസേലും ആരും തമ്മിലുള്ള ബന്ധം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എല്ലാവരോടും ചോദിക്കുന്നത്. അനുമോളോട് ചോദിക്കുമ്പോൾ അനുമോള് പറയുന്നത് ഇത് അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം ഞാൻ അവരധികം ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. നല്ല കാര്യം, ശ്രദ്ധിക്കാൻ പോകാത്തതാണ് നല്ലത്, അഭിപ്രായം പറയാതിരിക്കുന്നതാണ് നല്ലത്. അനുമോള് പക്ഷെ അനുമോൾ അവിടെ ഒരു സേഫ് ഗെയിം കളിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അഭിപ്രായം പറയേണ്ട കാര്യമില്ല, എന്നാലും ഒരു സേഫ് ഗെയിം കളിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അനുമോൾക്ക് പറയാമായിരുന്നു അന്നത്തെ വിഷയത്തിന് ശേഷം ഞാൻ അവരെ പറയാൻ പോകുന്നില്ല, പക്ഷെ ആര്യനും ജിസേലും നല്ല ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയാമായിരുന്നു. പക്ഷെ ഒരു സേഫ് ഗെയിം കളിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു അനുമോള്. പിന്നെ ഒരുപാട് പേര് ലക്ഷ്മി പറയുന്നുണ്ട്. ലക്ഷ്മി പറയുന്നത് കാണുന്നവന്റെ കണ്ണിലാണ് കുരു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ലക്ഷ്മിയും ജിഷിനും ഒക്കെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. വന്ന പാടെ ഇവര് ഈ അനുമോളിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാവാൻ തന്നെ കാരണക്കാരായ രണ്ടുപേരാണ് ഈ ജിഷിനും ലക്ഷ്മിയും ഒക്കെ. പൊതപ്പ് തന്നെ മറ്റേ രണ്ടെണ്ണം ഇറങ്ങിപ്പോയി. പൊതപ്പ് എന്ന് പറഞ്ഞ ഈ രണ്ടുപേര് തന്നെയാണ് ഈ ഒരു ഇഷ്യൂ ഇത്ര വലുതാക്കിയത്. ഇവര് രണ്ടുപേരും ഇൻവോൾവ് ആയിരുന്നു. ജിസേലിനെതിരെ ലക്ഷ്മി ആനടിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു 2-3 ദിവസം മുമ്പൊക്കെ. ഇതൊക്കെ എവിടെ പോയി? പക്ഷെ ഈ ഡബിൾ സ്റ്റാൻഡ് ഈ ലാലേട്ടൻ പോയതിനു ശേഷം ഒനിയിലും അഭിലാഷ് പൊളിച്ചു കൊടുക്കുന്നുണ്ട്. ഇവര് ഡിസ്കഷൻ ഇങ്ങനെ പറഞ്ഞ് നേരെ നെവിൻ എന്ത് ചെയ്തു, നെവിൻ നേരെ അനുമോൾ ഇന്ന കാര്യം അനുമോളിന്റെ കേസ് എടുത്തിട്ടിച്ച് നെവിൻ അത് മാനിപ്പുലേറ്റ് ചെയ്തു. പക്ഷെ നെവിൻ അവിടെ ഒരു അഭിപ്രായം പറഞ്ഞാണ്, പക്ഷെ നെവിൻ അത് മാനിപ്പുലേറ്റ് ചെയ്ത് കണക്കാക്കി അബിയും ഒനിയിലും ഒക്കെ നെവിൻ എഗെയിൻസ്റ്റ് ആയിട്ട് പോയി. അങ്ങനെ അവിടെ ഒരു അഭിപ്രായം ഈ ജിസയിലും ആര്യനും ഉണ്ടാതിരിക്കണം. ആര്യൻ അവിടെ നന്നായിട്ട് സ്കോർ ചെയ്യുന്നൊക്കെ ഉണ്ട്. ആൻഡ് ആര്യൻ അവിടെ കറക്റ്റ് കാര്യങ്ങൾ അവർ എന്താണ് ഫ്രണ്ട്ഷിപ്പ് എന്താണ് ഷാനവാസ് അനീഷ് എങ്ങനെയാണ് അതുപോലെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് ആര്യൻ അവിടെ പറയുന്നുണ്ട്. ഇതിന് അപ്പോൾ ആര്യൻ അവിടെ പറഞ്ഞു നിർത്തിയിട്ട് ജിസയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഫ്രണ്ട്ഷിപ്പ് ആണ്, ഇത് പലരും നടക്കുന്നുണ്ട്. ഈ പുതപ്പിനടിയിലുള്ള കാര്യം എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. അതിനാണ് ഈ മാനിപ്പുലേറ്റർ ആയിപ്പോയത്. കാരണം പുതപ്പിനടിയിൽ എങ്ങനെ കിടക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്.
ആരും അവിടെ ഒരുമാതിരി ഒരു ബിഹേവിയർ ഒരു വല്ലാത്തൊരു ബിഹേവിയറും ആറ്റിറ്റ്യൂഡും അവിടെ കാണിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതിനുശേഷം ഇത് പറഞ്ഞിട്ട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ പോകുന്നുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ പേരിൽ ഒരു ടോക്ക് വരും. ലാലേട്ടൻ പോയതിനു ശേഷം ഒരു ടോക്ക് നടക്കുന്നുണ്ട്. ഇതിനുശേഷം ലാലേട്ടൻ പിന്നെയും വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം എവിക്ഷനിൽ വന്നവർ ആരൊക്കെയാന്ന് എണീപ്പിച്ച് നിർത്തിയിട്ട് ലാലേട്ടൻ പറയുന്നത് എവിക്ഷൻ പ്രോസസ്സ് നമുക്ക് നാളെ ആക്കാന്ന് പറഞ്ഞ് ലാലേട്ടൻ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോകുന്നുണ്ട്. അതിനുശേഷം അവിടെ ഒരു വലിയ ടോക്കും ഒരു വാക്കേറ്റും ഉണ്ടാവുന്നുണ്ട്. ജിഷിനുമായിട്ടാണ് വാക്കേറ്റ് അവിടെ ഉണ്ടാവുന്നത്. ഈ പുതപ്പ് കേസ് അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത വ്യക്തിയാണ് ഇന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ് ജിഷിനെ കണക്കിന് ഒനയിലും അഭിലാഷും കൂടെ പൊളിച്ചടുക്കി വിടുന്നുണ്ട് ജിഷിനെയും ഒനയിലിനെ. സത്യം പറയല്ലേ, ഇതൊരു ചുമ്മാ പറഞ്ഞു തീർക്കുന്നത് നാളെ മറ്റേ പറഞ്ഞു തീർക്കാനുള്ള ഒരു കേസായിരുന്നു. ഇത് എന്തിനാണ് ഇപ്പൊ എടുത്തു വെച്ച് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനെക്കാട്ട് ഒരുപാട് കേസ് ഉണ്ടായിരുന്നു. ആദില അനീഷിന്റെ അടി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ ഒരുപാട് കേസസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എത്തിന് ചോദിക്കുകയായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇവർക്ക് എന്താണ് ചിലപ്പം ഇതിന് എടുത്തിട്ടതായിരിക്കാം. എനിവേ, ഇന്നത്തെ എപ്പിസോഡിന്റെ കണ്ടന്റ് മൊത്തം ഇതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് ആ ഒരു അവാർഡിന്റെ സെലിബ്രേഷൻ അങ്ങ് മുങ്ങിപ്പോയി. ആൻഡ് അത് വേണം, 100% അത് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുക എന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമാണ്. എന്തായാലും ഇനിയിപ്പോ നാളെ കൂടുതൽ കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കും. അവരെ പറ്റിയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം നാളെ ആരൊക്കെയാണ് എവിക്റ്റ് ആവുന്നത്? നമ്മുടെ ജിഷിനും അഭിലാഷാണ് എവിക്റ്റ് ആയെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഏഷ്യാനെറ്റിലൊരു ഇൻസ്റ്റാ പേജിൽ ഒരു കമന്റ് മത്സരം ഉണ്ടായിരുന്നു. അതായത് ഒരു ഹാഷ്ടാഗോട് കൂടിയിട്ട് ഇന്ന് ആരാണ് എവിക്റ്റ് ആവുന്നത് അവരുടെ പേര് പ്രഡിക്റ്റ് ചെയ്യാൻ പറയും. പ്രഡിക്ഷൻ കറക്റ്റ് ആവുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട്, ലാലേട്ടൻ മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് ധരിച്ച ആ ഒരു ഡ്രസ്സ് ഔട്ട്ഫിറ്റ് സമ്മാനമായിട്ട് ലഭിക്കുന്നത് കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാനും കമന്റ് ചെയ്തു, പക്ഷെ എനിക്ക് കിട്ടാൻ പോകുന്നില്ല. എൻ്റെ ഒരു പ്രഡിക്ഷൻ തെറ്റായിരുന്നു. ഇനി ഇൻ കേസ് എന്തായാലും നമുക്ക് നോക്കാം നാളെ എന്താവും, ആരൊക്കെയാണ് എവിക്റ്റ് ആവുന്നത്, നാളെ എന്തൊക്കെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അടുത്ത വീക്ക്ലി ടാസ്കിനെ പറ്റിയിട്ട് ലാലേട്ടൻ സംസാരിക്കും എന്തായാലും. അപ്പം ഇന്നത്തെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. താങ്ക് യു.